എല്ലാവർക്കും സ്പിരിച്വൽ ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നിഴലായി ഒഴുകി വന്ന ആ രൂപം സിദ്ധുവിന് തൊട്ടു പുറകിലായി വന്നു നിന്നു. മറ്റാരുടെയോ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ സിദ്ധുവിൻ്റെ ഉള്ളിൽ ഭയം നിഴലിച്ചു. ഇതേ സമയം തിരുമേനിയുടെ മുന്നിൽ ഇരുന്നിരുന്ന അവൻ്റെ കൂട്ടുകാരുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. അവരുടെ ഉള്ളിലും ഭയം നിറഞ്ഞിരുന്നു. ആരാ തിരുമേനി ആ ആത്മാവ്? രാമേട്ടൻ്റെ ആ ചോദ്യത്തിന് മൗനമായിരുന്നു അയാളുടെ ഉത്തരം. ആരായാലും പറയൂ തിരുമേനി, രാമേട്ടൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. അവസാനം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി തിരുമേനിക്ക് മൗനം വെടിയേണ്ട അവസ്ഥ വന്നു. ബംഗ്ലാവിൽ സിദ്ധു ഉള്ളിലെ ഭയത്തെ മറച്ചുവെച്ച് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അവൻ വീണ്ടും തൻ്റെ കൂടെയുള്ള ആത്മാവിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവന്തിക അല്ലെങ്കിൽ പിന്നെ താങ്കൾ ആരാണ്? ആത്മാവിൻ്റെ ഉത്തരമെന്നോണം അവൻ്റെ കൈവശമുള്ള കോയിൻ ചലിക്കാൻ തുടങ്ങി. ആ അക്ഷരങ്ങൾ കൂട്ടി വായിച്ച സിദ്ധു ഒരു നിമിഷം ഒന്ന് ഞെട്ടി. ഈ ലോകത്ത് നിന്ന് നമ്മെ വിട്ടുപോയി എന്ന് കരുതിയ പലരും ഇന്നും നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ പോലും അറിയാതെ. ജീവിച്ചിരുന്നപ്പോൾ നടക്കാതെ പോയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നതുവരെ അവർ നമ്മെ വിട്ടുപോകില്ല. അങ്ങനെയുള്ള ഒരാത്മാവാണ് ഇപ്പോൾ നിങ്ങൾക്കൊപ്പം ആ ബംഗ്ലാവിലുള്ളത്. അവളാണ് നിങ്ങളുടെ കൂടെയുള്ള ആ ആത്മാവ്, സുഭദ്ര. തിരുമേനിയുടെ വാക്കുകൾ കേട്ട് ഭദ്രയും രാമേട്ടനും ഒരുപോലെ ഞെട്ടി. സുഭദ്ര. സിദ്ധു ആ പേര് വീണ്ടും വീണ്ടും ഉരുവിട്ടു. ഭദ്രയുടെ സഹോദരി, തൻ്റെ കൂട്ടുകാരി, സർപ്പക്കാവിലെ സർപ്പങ്ങളുടെ ശാപമേറ്റ് മരിക്കേണ്ടി വന്നവൾ. അവൻ്റെ ഓർമ്മകൾ ഒരുപാട് കാലം പുറകിലേക്ക് പോയി. സുഭദ്ര. അവൾ എന്തിനാ എന്നെയും സിദ്ധുവിനെയും കൊല്ലാൻ നോക്കുന്നത്? ഞങ്ങൾ എന്തു ചെയ്തിട്ടാ അവൾക്ക് ഞങ്ങളോട് പക? ഭദ്രയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തിരുമേനി മൗനം പാലിച്ചു. കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം അയാൾ സംസാരിച്ചു തുടങ്ങി. നിങ്ങളെല്ലാവരും കരുതുന്നത് പോലെ സുഭദ്രയുടെ മരണം അവിചാരിതമായി സംഭവിച്ചതല്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവരിൽ ഞെട്ടൽ ഉളവാക്കി. പിന്നെ എന്താണ് അവൾക്ക് സംഭവിച്ചത്? രാമേട്ടൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ സർപ്പങ്ങൾക്ക് സ്വന്തം ആത്മാവിനെ സമർപ്പിക്കുകയായിരുന്നു. സിദ്ധുവിന് വേണ്ടി. സിദ്ധുവിനെ അവൾ പ്രണയിച്ചിരുന്നു. എന്നാൽ സിദ്ധുവിന് അവളോടുണ്ടായിരുന്നത് സൗഹൃദം മാത്രം. സിദ്ധു ഭദ്രയെ സ്നേഹിക്കുന്നുവെന്ന് അറിഞ്ഞതോടെ അവൾ പൂർണ്ണമായി തകർന്നു. ഇനി ഒരിക്കലും സിദ്ധു തൻ്റെ സ്വന്തമാകില്ല എന്ന് അറിഞ്ഞ അവൾ സ്വയം ജീവനൊടുക്കി. അതാണ് സംഭവിച്ചത്. എന്നാൽ ഇന്ന് അവളുടെ ആത്മാവ് പുനർജനിച്ചിരിക്കുന്നു. അവളുടെ ലക്ഷ്യം സിദ്ധുവാണ്. സിദ്ധുവിൻ്റെ ആത്മാവിനെ തന്നെ സ്വന്തമാക്കാൻ വേണ്ടി അവൾക്ക് അവൻ്റെ ജീവനെ നശിപ്പിക്കണം. അതിന് തടസ്സമായി അവൾക്ക് മുന്നിലുള്ളത് ഭദ്ര മാത്രമാണ്. അവളെയും സുഭദ്ര കൊല്ലും. അവൾ ഇന്ന് അതിശക്തയാണ്. സർപ്പങ്ങളുടെ അനുഗ്രഹം കൂടെയുള്ള ആത്മാവ്. അവൾക്ക് ഏത് നിമിഷം എവിടെയും കടന്നു വരാൻ കഴിയും. നിങ്ങളിൽ ആരുടെ രൂപവും അവൾക്ക് സ്വീകരിക്കാം. നിങ്ങൾ പോലും അറിയാതെ ചിലപ്പോൾ അവൾ നിങ്ങൾക്കൊപ്പം നടക്കും. നിങ്ങളുടെ യാത്രകളിൽ തൊട്ടു പിന്നിലായി അവൾ ചിലപ്പോൾ കൂടെ ഉണ്ടാകും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ രക്തം അവൾ കുടിക്കും. ജീവൻ പോകുന്നത് പോലും നിങ്ങൾ അറിഞ്ഞെന്ന് വരില്ല. നിങ്ങളിൽ ഒരുവളായി നിങ്ങളുടെ ഉറക്കത്തിൽ അവൾ കൂട്ടിനുണ്ടാകും. നിങ്ങൾ അവൾക്ക് തടസ്സമായ ചിലപ്പോൾ അവൾ നിങ്ങളെയും കൊല്ലും. തനിക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനെയും അവൾ ജീവനോടെ വിടില്ല. ഒന്നിനെയും. ചില രാത്രികളിൽ നിങ്ങൾക്കൊപ്പം ഇരുട്ടിൻ്റെ മറവിൽ ആരോ ഉള്ളതായി നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ആരോ ഒരാൾ നിങ്ങളെ നോക്കി കാണുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ? അന്ധകാരത്തിൻ്റെ മറവിൽ നിങ്ങളെ തേടിയിരുന്ന മരണം, അത് അവളാണ്. മരണം കൊതിക്കുന്ന അവളുടെ ആത്മാവ്. തിരുമേനിയുടെ വാക്കുകൾ ഞെട്ടലോടെയാണ് എല്ലാവരും കേട്ടുനിന്നത്. തിരുമേനി, ഇതിനെന്തെങ്കിലും പരിഹാരം? വിറയ്ക്കുന്ന ചുണ്ടുകൾ കൊണ്ട് രാമേട്ടൻ ചോദിച്ചു. തിരുമേനി തൻ്റെ കണ്ണുകൾ അടച്ചു.
അയാളുടെ ചുണ്ടുകൾ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ കണ്ണുകൾ തുറന്നു. അയാളുടെ മുഖം ഭയത്താൽ വിവർണമായി. നിങ്ങൾ ഉടനെ ബംഗ്ലാവിലെത്തണം, എത്രയും പെട്ടെന്ന്. അവിടെ സിദ്ധുവിൻ്റെ ജീവൻ ആപത്തിലാണ്. ഏത് നിമിഷവും അവൻ്റെ മരണം സംഭവിക്കാം. അയാളുടെ വാക്കുകളിൽ വല്ലാത്ത ഒരു ഭയം നിറയുന്നത് അവർ ശ്രദ്ധിച്ചു. സുഭദ്രയുടെ ആത്മാവാണ് തൻ്റെ ഒപ്പമുള്ളതെന്ന് അറിഞ്ഞപ്പോൾ സിദ്ധുവിൻ്റെ ഉള്ളിലെ ഭയം കുറച്ചു കുറഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അവൻ്റെ ഓർമ്മകൾ അവൾക്കൊപ്പമുള്ള കുട്ടിക്കാല ഓർമ്മകളിലേക്ക് പോയി. തൻ്റെ മുറിയിൽ നിന്ന് അവർ പോയതും തിരുമേനി ഒന്ന് ചിരിച്ചു. സുഭദ്ര, നീ എന്തിനു വേണ്ടിയാണ് വന്നത്? നിനക്ക് എന്തു വേണം? അവൻ വീണ്ടും ചോദിച്ചു. അവൻ്റെ ഉള്ളിൽ വന്ന സമാധാനം നശിപ്പിച്ച് വീണ്ടും ഉള്ളിൽ ഭയം നിറഞ്ഞു. നിന്നെയാണ് എനിക്ക് വേണ്ടത്. അവളുടെ മറുപടി കേട്ട അവൻ ഞെട്ടി. അവൻ്റെ കൈകൾ ആ കോയിനിൽ നിന്ന് പിൻവലിക്കപ്പെട്ടു. അടുത്ത നിമിഷം അവൻ്റെ കൺമുന്നിലിരുന്ന ഓജോ ബോർഡ് കത്തിയെരിഞ്ഞു. പുറത്ത് അതിഭീകരമായ കാറ്റ് വീശാൻ തുടങ്ങി. ചെവിപ്പൊട്ടുമാറ് ഉച്ചത്തിൽ ആകാശത്തിൽ ഇടിനാദം മുഴങ്ങി. അവൻ്റെ മുറിയിൽ ബൾബുകൾ കത്തിയണയാൻ തുടങ്ങി. കുറച്ചു നേരങ്ങൾക്ക് ശേഷം അത് നിലച്ചു. അവിടെ പൂർണ്ണമായും അന്ധകാരത്താൽ നിറഞ്ഞു. തൻ്റെ മുന്നിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കാനാവാതെ ഭയത്തോടെ സിദ്ധു നോക്കി നിന്നു. സിദ്ധു! പുറകിൽ നിന്ന് മധുരമേറിയ ഒരു പെൺശബ്ദം അവനെ വിളിച്ചു. അതിൽ അലിഞ്ഞു ചേർന്നിട്ടെന്നോണം ഏതോ ഒരു മാന്ത്രിക വലയത്തിൽ പെട്ടതുപോലെ സിദ്ധു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. അവളുടെ ശബ്ദത്തെ പിന്തുടർന്ന് അവൻ നടക്കാൻ ആരംഭിച്ചു. ശബ്ദമായി വന്ന സുഭദ്ര സിദ്ധുവിനെ അടുത്തുള്ള മരണക്കുളത്തിനടുത്തേക്ക് നയിച്ചു. മരണത്തിലേക്കുള്ള ഓരോ ചുവടുകളായി സിദ്ധു മുന്നോട്ട് വെച്ചു. സ്വാമിജിയുടെ മുറിയിൽ സ്വാമിജി ഇരുന്നിടത്ത് അയാൾക്ക് പകരം മറ്റൊരാളായിരുന്നു ആ നിമിഷം ഉണ്ടായിരുന്നത്. നിറഞ്ഞ കണ്ണുകളുമായി നിസ്സഹായയായി ഇരിക്കുന്ന അവന്തികയുടെ രൂപം. സുഭദ്രയുടെ ശക്തിക്ക് മുന്നിൽ തനിക്ക് ഒറ്റയ്ക്ക് നേരിട്ട് എതിർത്ത് നിൽക്കാൻ കഴിയില്ല എന്ന് അറിയാമായിരുന്നതുകൊണ്ട് തന്നെ അവന്തിക തീർത്തും നിസ്സഹായയായിരുന്നു. സിദ്ധുവിൻ്റെ കൂട്ടുകാരുടെ സഹായം അവനെ രക്ഷിക്കാൻ അവൾക്ക് അത്യാവശ്യവുമായിരുന്നു. ഇതേ സമയം ബംഗ്ലാവിൽ സുഭദ്രയുടെ ആത്മാവ് സിദ്ധുവിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. മരണക്കുളത്തിലേക്കുള്ള അവൻ്റെ ദൂരം കുറഞ്ഞു കുറഞ്ഞു വന്നു. സിദ്ധു, സിദ്ധു! കൂട്ടുകാരുടെ വിളികേട്ട് സുഭദ്രയുടെ ആത്മാവ് പുകയായി മറഞ്ഞു. അവനെ തിരഞ്ഞോടിയ കൂട്ടുകാർ കണ്ടത് ഉറക്കത്തിൽ നിന്നോണം കുളത്തിനടുത്തേക്ക് നടക്കുന്ന സിദ്ധുവിനെയാണ്. കൂട്ടുകാർ ചേർന്ന് അവനെ പിടിച്ചു നിർത്തി. അവരുടെ ശബ്ദം അവനെ അവളുടെ മായാവലയത്തിൽ നിന്ന് വിടുവിച്ചു. ഉറക്കത്തിൽ നിന്നെന്നോണം സിദ്ധു തൻ്റെ കണ്ണുകൾ തുറന്നു. ഞാൻ എങ്ങനെ ഇവിടെ? അവൾ സുഭദ്ര, അവൾ എവിടെ? അവൾ എന്നെ വിളിച്ചു. സ്ഥലകാല ബോധമില്ലാതെ സിദ്ധു എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. തിരുമേനി പറഞ്ഞതിൽ നിന്നും സിദ്ധുവിൻ്റെ വാക്കുകളിൽ നിന്നും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഏകദേശ രൂപം കിട്ടിയിരുന്നതിനാൽ തന്നെ അവൻ്റെ കൂട്ടുകാർ അവനോട് കൂടുതലായി ഒന്നും തന്നെ ചോദിച്ചില്ല. അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി കട്ടിലിലേക്ക് കിടത്തി. ഭദ്ര അവൻ്റെ അരികിലായിരുന്നു. ഇപ്പോൾ ഭദ്രയുടെ സാമീപ്യം അവന് വലിയൊരു ആശ്വാസമാകുമെന്ന് മനസ്സിലാക്കിയ കൂട്ടുകാർ അവരെ അവിടെ തനിച്ചാക്കി പുറത്തേക്കിറങ്ങി. ഭദ്ര! വിറയ്ക്കുന്ന ചുണ്ടുകൾ കൊണ്ട് സിദ്ധു വിളിച്ചു. എനിക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ എങ്ങനെയാ അവിടെ? ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്? അവൾ നമ്മുടെ സുഭദ്ര, അവൾ എന്തിനാ എന്നെ? അവൻ്റെ കണ്ണുകൾ നിറയുന്നത് ഭദ്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ അവൻ്റെ മുടിയിഴകളിലൂടെ അവനെ താലോലിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല സിദ്ധു, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഒന്നുമില്ല നിനക്ക്. നീ കിടന്നോ. അവൾ അവൻ്റെ തലയെടുത്ത് അവളുടെ മടിയിലേക്ക് വെച്ചു. പതിയെ അവളുടെ ചുണ്ടുകൾ അവൻ്റെ അധരങ്ങളുമായി ചേർന്നു. പ്രണയ ചുംബനത്തിൻ്റെ മാധുര്യത്തിൽ സംഭവിച്ചതെല്ലാം ഒരു നിമിഷം രണ്ടുപേരും മറന്നു. അവർ അവരുടേത് മാത്രമായ ഒരു ലോകത്തായിരുന്നു അപ്പോൾ. സിദ്ധുവിൻ്റെ ഉള്ളിലെ ഭയം ഭദ്രയോടുള്ള പ്രണയത്തിന് മുൻപിൽ വഴിമാറി. എന്നാൽ ഇതെല്ലാം കണ്ടു നിന്നിരുന്ന സുഭദ്രയുടെ ഉള്ളിൽ പക ആളിക്കത്തുന്നുണ്ടായിരുന്നു.
സിദ്ധുവിനെ സ്വന്തമാക്കാൻ തനിക്ക് തടസ്സമായി വന്ന അവൻ്റെ കൂട്ടുകാർക്ക് നേരെയും അവളുടെ കണ്ണുകൾ തിരിഞ്ഞു. ഇല്ല, എൻ്റെ പദ്ധതികൾ തകർത്ത ആരെയും ഞാൻ ജീവനോടെ വിടിയില്ല. നഷ്ടങ്ങളുടെ വേദന നിങ്ങൾ അറിയും. ജീവന് വേണ്ടി നിങ്ങൾ കേഴുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ആ ജീവൻ ഞാൻ അപഹരിക്കും. ഇനിയുള്ള രാത്രികൾ നിങ്ങൾക്ക് ഭയത്തിൻ്റെ രാത്രികളായിരിക്കും. ഓരോ പകലും നിങ്ങൾ കണി കണ്ടുണരുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശവങ്ങളായിരിക്കും. പകയാളുന്ന മുഖത്തോടെ സുഭദ്ര അവർക്കെതിരെ പ്രതിജ്ഞ എടുത്തു. എന്നാൽ ഇതൊന്നും അറിയാതെ വലിയൊരാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷത്തിലായിരുന്നു അവരെല്ലാം. സിദ്ധുവിൻ്റെ മുറിയിൽ സിദ്ധുവിൻ്റെ നെഞ്ചിൽ തലചായ്ച്ചുറങ്ങുന്ന ഭദ്രയെയും അവൾ കാണുന്നുണ്ടായിരുന്നു. നടന്ന സംഭവങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ക്ഷീണം കാരണം ഓരോരുത്തരും ഇരുട്ടി തുടങ്ങിയപ്പോൾ തന്നെ അവരവരുടെ മുറികളിലേക്കായി പോയി. നല്ല ക്ഷീണമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഉറങ്ങിയത് എപ്പോഴാണ് എന്ന് അവർ അറിഞ്ഞില്ല. ആ രാത്രിയിൽ തങ്ങളെ കാത്തിരിക്കുന്നത് മരണമാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. കാറ്റായും നിഴലായും മരണം തങ്ങൾക്കൊപ്പമുണ്ടെന്ന സത്യം അറിയാതെ അവർ സുഖമായി ഉറങ്ങി. രാത്രിയുടെ രണ്ടാം യാമത്തിൽ നിഴലുപോലൊരു രൂപം അവരെ തേടിയെത്തി. ആ രൂപത്തിന് സുഭദ്രയുടെ രൂപമായിരുന്നു. ജനൽവാതിൽക്കൽ വെളുത്തൊരു പുക പോലെ അവൾ അവരെ നോക്കി നിന്നു. പതിയെ അതിലൊരു മുറിക്കുള്ളിലേക്ക് അവൾ ഒഴുകി നീങ്ങി. ശാന്തമായി ഉറങ്ങുന്ന നിഖിലിൻ്റെ മുറിക്കുള്ളിൽ അവൾ അവനെ തന്നെ നോക്കി നിന്നു. പതിയെ അവളുടെ സുന്ദരമായ രൂപത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവളുടെ മുഖത്ത് വലിയ വലിയ മുറിപ്പാടുകൾ പ്രത്യക്ഷപ്പെട്ടു. കണ്ണുകളിലൂടെ രക്തത്തുള്ളികൾ ഒഴുകിയിറങ്ങി. അവളുടെ പക മുഴുവൻ അവളുടെ നോട്ടത്തിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ചുടുചോരയുടെ മണം അവൾ ആവോളം ആസ്വദിച്ചു. പതിയെ അവൻ്റെ കട്ടിലിനരികിലായി അവൾ ഇരുന്നു. കാറ്റിൽ പറന്നു കളിക്കുന്ന അവൻ്റെ മുടിയിഴകളെ അവൾ മാടിയൊതുക്കി. ഇതേ സമയം സിദ്ധുവിൻ്റെ മുറിയിൽ അവൻ നല്ല മയക്കത്തിലായിരുന്നു. മയക്കത്തിനിടയിൽ ഒരു സ്വപ്നം അവനെ തേടിയെത്തി. ഒരു പെൺകുട്ടി. അവൾ കരയുകയാണ്. അവൾക്ക് ചുറ്റും കുറച്ച് പുരുഷന്മാർ. അവളുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾ അവിടെ ഇവിടെയായി കീറിയിരുന്നു. മദ്യലഹരിയിലായിരുന്ന അവരിൽ ഒരാൾ ഒരു മൃഗത്തെ പോലെ ആ പെൺകുട്ടിയുടെ മേൽ പടർന്നു കയറി. തടയാൻ ശ്രമിച്ച അവളെ മറ്റുള്ളവർ ബലമായി പിടിച്ചു വെച്ചു. അങ്ങനെ ഓരോരുത്തരായി അവളുടെ ശരീരത്തെ പിച്ചു ചീന്തുന്നു. സ്വപ്നത്തിൽ പോലും ആ ദൃശ്യം സിദ്ധുവിൻ്റെ കണ്ണുകളെ ഈറനണിയിച്ചു. ആ പുരുഷന്മാരുടെ മുഖം അവന് വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. അവസാനത്തെ ആളും എഴുന്നേറ്റപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവൻ്റെ അവസാന കാണികയും നഷ്ടമായിരുന്നു. ശരീരം മുഴുവൻ രക്തക്കറകളുമായി കിടക്കുന്ന ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി. അവന്തിക. ഒരു നിലവിളിയോടെ സിദ്ധു കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. താൻ കണ്ടത് സത്യമാണോ? അങ്ങനെയാണെങ്കിൽ അവന്തിക അവളെ കൊന്നതാണോ? ആരായിരുന്നു ആ മുഖം? വ്യക്തമാകാത്ത ചെറുപ്പക്കാർ. എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത്? തൻ്റെ വിശ്വാസങ്ങൾ ഓരോന്നായി തെറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒന്നും മനസ്സിലാകാതെ സിദ്ധു ആ കിടക്കയിലിരുന്നു. നിഖിലിൻ്റെ മുടിയിഴകളെ മാടിയൊതുക്കിയ അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. അവളുടെ വായിൽ നിന്നും മൂർച്ചയേറിയ 2 പല്ലുകൾ പുറത്തേക്ക് നീണ്ടു. നീയും ചേർന്നാണ് ഇന്ന് സിദ്ധുവിനെ വീണ്ടും എന്നിൽ നിന്ന് അകറ്റിയത്. ഓരോരുത്തരെയായി ഞാൻ വകവരുത്തും. അവസാനം എൻ്റെ സിദ്ധുവിനെ ഞാൻ കൊണ്ടുപോകും എനിക്കൊപ്പം. അവളുടെ കണ്ണുകളിൽ മരണത്തിൻ്റെ ഭാവം തെളിഞ്ഞു നിന്നു. ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ കിടക്കുന്ന അവൻ്റെ കഴുത്തിൽ അവളുടെ പല്ലുകൾ ആഴത്തിൽ ആഴ്ന്നിറങ്ങി. ഒരു പിടച്ചിലോടെ അവൻ്റെ ജീവൻ അവിടെ അവസാനിച്ചു. രക്തം കുടിച്ച് ദാഹമകറ്റിയ സുഭദ്ര ആർത്തട്ടഹിച്ചു. അവളുടെ ആ അട്ടഹാസം അവിടെ ആകമാനം മുഴങ്ങിക്കേട്ടു. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ തന്നെ ഓരോരുത്തരായി എഴുന്നേറ്റു. എല്ലാവരും എഴുന്നേറ്റ് താഴെ വന്നിട്ടും നിഖിലിനെ കാണാത്തതിനാൽ കൂട്ടുകാർ ചേർന്ന് അവനെ തേടി അവൻ്റെ മുറിയിലേക്ക് നടന്നു. പൊതിച്ച് മൂടി കിടക്കുന്ന അവനെ കണ്ട് അവർ അവനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. എന്ത് ഉറക്കാടാ ഇത്? നേരം 10 മണിയായി. എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. കളിയാക്കിക്കൊണ്ട് സിദ്ധു അത് പറയുമ്പോൾ മറ്റുള്ളവരും ചിരിച്ചു. നിഖിൽ പതിയെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു.
ഞാൻ വന്നോളാം, നിങ്ങൾ താഴേക്ക് ചെല്ല്, നിഖിൽ ഗൗരവത്തിൽ പറഞ്ഞു. അവൻ ഉറക്കം നഷ്ടമായ ദേഷ്യത്തിലാണെന്ന് കരുതി അവർ പിന്നെ ഒന്നും മിണ്ടാൻ നിൽക്കാതെ തിരിച്ചു നടന്നു. അവൻ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു. പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ചവൻ തൻ്റെ മുഖം കഴുകി. കൈകൾ കൊണ്ടവൻ വെള്ളം വായിലേക്ക് ഒഴിച്ചു. പുറത്തേക്ക് തുപ്പിയ വെള്ളത്തോടൊപ്പം അവൻ്റെ പല്ലിൽ പറ്റിയിരുന്ന രക്തക്കറയും ആരും കാണാതെ അവൻ കഴുകിക്കളഞ്ഞു. ഇതേ സമയം കുറച്ചകലെയായി രക്തം ഊറ്റിക്കുടിച്ച നിലയിലൊരു ശരീരം കാക്കകൾ കൊത്തിപ്പറിക്കുന്നുണ്ടായിരുന്നു. വായിലും ശരീരത്തിലും പറ്റിയിരുന്ന രക്തക്കറ അവൻ ആ വെള്ളത്തോടൊപ്പം ഒഴുക്കിക്കളഞ്ഞു. നിഖിൽ താഴേക്ക് ചെന്നപ്പോഴേക്കും എല്ലാവരും ആഹാരം കഴിക്കാൻ റെഡിയായി മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ പുഞ്ചിരി സുഭദ്രയുടെ ആത്മാവിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു. അവൻ പുഞ്ചിരിയോടെ അവർക്കൊപ്പം ഇരുന്നു. തങ്ങൾക്കൊപ്പം ഇരിക്കുന്നത് മരണമാണെന്ന തിരിച്ചറിവില്ലാതെ മറ്റുള്ളവർ അപ്പോഴും നല്ല സന്തോഷത്തിലായിരുന്നു. അവരുടെ സന്തോഷത്തെ നിഖിലിൻ്റെ രൂപത്തിലുള്ള സുഭദ്ര ദേഷ്യത്തോടെ നോക്കി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും നിഖിൽ അവർക്കൊപ്പം ഇരിക്കാതെ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. കളിച്ചിരികളും തമാശയുമൊക്കെയായി ഇരുന്നതിനാൽ മറ്റുള്ളവർ അവനെ അധികം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഒരാൾ മാത്രം അവൻ്റെ മാറ്റങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. രമ്യയ്ക്കുള്ളിൽ കുടിയേറിയ അവന്തികയുടെ ആത്മാവ്. അവൾക്ക് മാത്രമേ അവനിലെ മാറ്റങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ. അന്ന് പകലിൽ അവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതേയില്ല. കൂട്ടുകാർ അന്വേഷിച്ചു ചെന്നുവെങ്കിലും തലവേദന ആണെന്നും പറഞ്ഞ് എല്ലാത്തിൽ നിന്നും വിദഗ്ധമായി അവൻ ഒഴിഞ്ഞുമാറി. രാത്രികളാണ് അവൾ തൻ്റെ പ്രതികാരത്തിനായി തിരഞ്ഞെടുത്തിരുന്നത്. തനിക്കെതിരെ നിൽക്കുന്ന ഓരോരുത്തരെയായി നശിപ്പിക്കാൻ അവൾ ഇരുട്ടിൻ്റെ ഭീകരതയെ കൂട്ടുപിടിച്ചു. അവളുടെ ശക്തിയിൽ അവിടുത്തെ രാത്രികൾ പതിവിലും ഭയങ്കരമായിരുന്നു. രാത്രിയുടെ ഭീകരത അവളുടെ മുന്നിൽ മറയായി. അന്ന് രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയ അവൾ പതിവ് പോലെ തൻ്റെ മരണവേട്ട തുടരാനായി പുറത്തേക്കിറങ്ങി. ശക്തമായ കാറ്റിൻ്റെ അകമ്പടിയോടുകൂടി ഒരു പുകച്ചുരുൾ ആ മുറിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ വരവ് അറിഞ്ഞിട്ടെന്നോണം ദൂരെ എവിടെയോ കാലൻ കോഴി ഉച്ചത്തിൽ കൂവി. ബംഗ്ലാവിന് പുറത്ത് ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടിയുലഞ്ഞു. നിഖിലിൻ്റെ കാലുകൾ നിലത്ത് സ്പർശിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു തൂവൽ പോലെ അവൻ അന്തരീക്ഷത്തിലൂടെ ഒഴുകി നീങ്ങി. ആ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് അങ്ങിങ്ങായി ചിതറിക്കിടന്നിരുന്ന കരിയിലകൾക്കിടയിലൂടെ കരിനാഗങ്ങൾ ഇഴഞ്ഞു നടന്നു. നിഖിലിൻ്റെ രൂപത്തിലായിരുന്ന സുഭദ്ര പതിയെ തൻ്റെ രൂപം സ്വീകരിച്ചു. രൗദ്രഭാവം പൂണ്ട അവളുടെ മുഖം മുഴുവൻ രക്തക്കറ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. കാറ്റിലെങ്ങും നിറഞ്ഞു നിന്നിരുന്ന രക്തത്തിൻ്റെ മണം അവൾ ആവോളം ആസ്വദിച്ചു. അവൾ ഭദ്രയുടെ മുറിക്ക് മുന്നിലായി നിന്നു. ഭദ്രയോടുള്ള പക അവളുടെ മുഖത്ത് ആളിക്കത്തുന്നുണ്ടായിരുന്നു. പതിയെ അവളുടെ രൗദ്രഭാവം മാറാൻ തുടങ്ങി. അവളുടെ സ്ഥാനത്ത് അനുവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഭദ്ര ചേച്ചി, ഒരു ദുരന്തത്തിന് സാക്ഷിയാകാൻ പോകുന്നത് പോലെ പ്രകൃതി പെട്ടെന്ന് മൗനമായി. മരങ്ങളും ഇലകളുമെല്ലാം നിശ്ചലമായി നിന്നു. കാറ്റ് പോലും ആ നിമിഷം മൗനം പാലിച്ചു. അവൾ വിളിക്കുന്ന ശബ്ദം കേട്ടാണ് ഭദ്ര കണ്ണു തുറന്നത്. അനുവിൻ്റെ ശബ്ദമാണല്ലോ അത്. ഈ കുട്ടി എന്താ ഈ നേരത്ത്? ഭദ്ര സംശയത്തോടെ ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി. സമയം 12 മണിയോടടുക്കുന്നുണ്ടായിരുന്നു. സംശയത്തോടു കൂടി ഭദ്ര വാതിലിനടുത്തേക്ക് നടന്നു. വാതിൽ തുറന്ന ഭദ്ര കണ്ടത് പേടിച്ചരണ്ട മുഖവുമായി നിൽക്കുന്ന അനുവിനെയാണ്. എന്തു പറ്റി കുട്ടി? ഭദ്ര പരിഭ്രമത്തോടെ ചോദിച്ചു. ചേച്ചി, അവിടെ പുറത്ത് ആരോ ഉണ്ട്. എൻ്റെ ജനൽവാതിൽക്കൽ ഞാൻ കണ്ടതാ. ആരോ ഒരാൾ. ഞാൻ എഴുന്നേൽക്കുന്നത് കണ്ട് അയാൾ എങ്ങോട്ടും മറഞ്ഞു. പരിഭ്രാന്തിയോടെ അവൾ കാര്യങ്ങളെല്ലാം ഭദ്രയോട് വിവരിച്ചു. മോൾക്ക് വെറുതെ തോന്നിയതാവും. ഇവിടെ അങ്ങനെ ആര് വരാനാ? അവളെ ആശ്വസിപ്പിക്കാൻ എന്നോണം ഭദ്ര പറഞ്ഞു. എന്നാൽ അവളുടെ ഭയം മാറുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഭദ്രയ്ക്ക് അവൾക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി വന്നു. മുറിവിട്ട് പുറത്തിറങ്ങിയ ഭദ്രയെ അനു പിന്തുടർന്നു. മരണത്തിൻ്റെ രൂപമായ സുഭദ്രയാണ് തൻ്റെ കൂടെയുള്ളത് എന്നറിയാതെ ഭദ്ര അവൾക്കൊപ്പം നടന്നു. അനു പറഞ്ഞ സ്ഥലത്തേക്ക് ഭദ്ര നടന്നു. എന്നാൽ അവൾ പറഞ്ഞതുപോലെ ഒന്നും തന്നെ ഭദ്രയ്ക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല.
ഇവിടെ എങ്ങുമൊന്നും ആരുമില്ല കുട്ടി. നീ സമാധാനമായി കിടന്നുറങ്ങാൻ നോക്ക്. പുഞ്ചിരിയോടെ അതും പറഞ്ഞു തിരിഞ്ഞ ഭദ്രയുടെ മുഖത്തെ പുഞ്ചിരി മായാൻ അധികം സമയം വേണ്ടി വന്നില്ല. പിന്തിരിഞ്ഞു നോക്കിയ അവൾക്ക് അവിടെ അനുവിനെ കാണാൻ കഴിഞ്ഞില്ല. അടുത്തെങ്ങും ആരും തന്നെയില്ല. എങ്ങും നിശബ്ദത മാത്രം. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു മിന്നൽ പിണർ താഴേക്ക് പതിച്ചു. മിന്നലിൻ്റെ വെള്ളി വെളിച്ചത്തിൽ തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ അവൾ കണ്ടു. അനുവിൻ്റെ സ്ഥാനത്ത് അവൾക്ക് പകരം നിന്നിരുന്നത് മറ്റൊരാളായിരുന്നു. പാറിപ്പറക്കുന്ന മുടിയിഴകളും രക്തമൊഴുകുന്ന കണ്ണുകളുമായി നിൽക്കുന്ന സുഭദ്രയുടെ ആത്മാവ്. ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ ഭദ്ര തരിച്ചു നിന്നുപോയി. പുറത്ത് കാറ്റിന് ശക്തി കൂടി വന്നു. മറഞ്ഞു നിന്നിരുന്ന നായ്ക്കൾ ഓരിയിടാൻ തുടങ്ങി. അവ നീട്ടി ഓരിയിട്ടുകൊണ്ട് ദൂരേക്ക് ഓടി മറഞ്ഞു. മരണത്തിൻ്റെ ദൂതറിയിച്ചുകൊണ്ട് കാലൻ കോഴികൾ മരച്ചില്ലകളിലിരുന്ന് നീട്ടിക്കൂകി. ആർത്തട്ടഹിച്ചുകൊണ്ട് സുഭദ്ര സംസാരിച്ചു തുടങ്ങി. നീ എന്താ കരുതിയത്? എൻ്റെ സിദ്ധുവിനോടൊപ്പം നിന്നെ സന്തോഷമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കുമെന്നോ? എന്നാൽ നിനക്ക് തെറ്റി. ഇന്നിവിടെ നിന്റെ മരണം സംഭവിക്കും. നിന്റെ മരണത്തിൽ നീറിയിരിക്കുമ്പോൾ അവനെയും ഞാൻ കൊണ്ടുപോകും, എൻ്റെ സിദ്ധുവിനെ. എൻ്റേത് മാത്രമായ ലോകത്തിൽ എൻ്റെ രാജകുമാരനാകാൻ. നിന്നേക്കാൾ അധികം അവനെ സ്നേഹിച്ചത് ഞാനായിരുന്നു ഭദ്ര. എന്നാൽ അന്ന് നീ എന്നിൽ നിന്ന് അവനെ തട്ടിയെടുത്തു. എന്നാൽ ഇന്ന് നിന്റെ മരണത്തോടെ വീണ്ടും അവൻ എൻ്റേത് മാത്രമായി മാറും. അവൾ ഉറക്കെ അട്ടഹിച്ചു. ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ നിൽക്കുന്ന ഭദ്രയുടെ മുൻപിൽ സംഹാരരൂപിണിയായി അവൾ നിന്നു. അകലെ നിന്ന് കാലൻ കോഴികൾ വീണ്ടും ഉറക്കെ കൂകാൻ തുടങ്ങി. ആകാശം രക്തവർണ്ണമായി. നായ്ക്കൾ വീണ്ടും ഉച്ചത്തിൽ ഓരിയിടാൻ തുടങ്ങി. മരണത്തിൻ്റെ ദൂതുമായി സുഭദ്ര അവൾക്ക് മുന്നിൽ കോപത്തോടെ നിന്നു. ഭദ്ര നിന്നിരുന്നതിനടുത്തുള്ള മരത്തിലെ വള്ളികൾ താഴേക്ക് നീളാൻ തുടങ്ങി. നീണ്ടുവന്ന ആ വള്ളിപ്പടർപ്പുകൾ ഭദ്രയെ ചുറ്റി വരിഞ്ഞു. അവ അവളുടെ കഴുത്തെ ചുറ്റി വരിയപ്പെട്ടു. ഒരിറ്റു ശ്വാസത്തിനായി ഭദ്ര പിടയുന്നത് സുഭദ്ര കോപത്തോടെ നോക്കി നിന്നു. അവളുടെ ഉള്ളിൽ നിന്ന് അവസാന ശ്വാസവും കാറ്റിനോട് അലിഞ്ഞു ചേർന്നു എന്നറിഞ്ഞ സുഭദ്ര ശാന്തമായി. ഭദ്രയുടെ ശരീരത്തിൽ കെട്ടിവരിഞ്ഞിരുന്ന വള്ളിപ്പടർപ്പുകൾ താനെ അഴിഞ്ഞു. ജീവനില്ലാത്ത ഭദ്രയുടെ ശരീരം നിലത്തേക്ക് വീണു. സുഭദ്രയുടെ കണ്ണുകളിൽ നിന്ന് വന്ന തീജ്വാലയിൽ ഭദ്രയുടെ ശരീരം കത്തിയെരിയാൻ തുടങ്ങി. ഒരിറ്റു ചാരം പോലുമില്ലാതെ ആ അഗ്നിയിൽ ഭദ്രയുടെ ശരീരം അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു. സിദ്ധുവിനെ സ്വന്തമാക്കാൻ തനിക്ക് മുൻപിലുണ്ടായിരുന്ന ഏറ്റവും വലിയ തടസ്സം ഒഴിവായതിൻ്റെ സന്തോഷം സുഭദ്രയുടെ കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. ആ രാത്രിയിൽ തെളിഞ്ഞു കണ്ട നിലാവിന് പോലും വല്ലാത്തൊരു ഭയാനകമായ രൂപമായിരുന്നു. നിഖിലിൻ്റെ രൂപം സ്വീകരിച്ച സുഭദ്ര തിരികെ തൻ്റെ മുറിയിലേക്ക് നടന്നു. എന്നാൽ അവിടെ അവളെ കാത്തിരിക്കുന്നത് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. പുഞ്ചിരിച്ച മുഖവുമായിരിക്കുന്ന ഭദ്രയുടെ രൂപം. അത്ഭുതവും കോപവും കലർന്ന മുഖമായി നിൽക്കുന്ന സുഭദ്രയുടെ മുഖത്ത് അപ്പോൾ പരാജിതയുടെ ഭാവമായിരുന്നു. പതിയെ ഭദ്രയുടെ രൂപത്തിൻ്റെ സ്ഥാനത്ത് പുഞ്ചിരിച്ച മുഖവുമായി നിൽക്കുന്ന അവന്തികയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു. സുഭദ്രയുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. അവളുടെ കണ്ണുകളിലൂടെ രക്തം ഒഴുകിയിറങ്ങി. ഇതേ സമയം നടന്നതൊന്നും അറിയാതെ ശരിക്കുള്ള ഭദ്ര സുഖമായി അവളുടെ മുറിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. കോപത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന സുഭദ്രയെ നോക്കി അവന്തിക ശാന്തമായി പുഞ്ചിരിച്ചു. എന്നാൽ സുഭദ്രയുടെ കോപം കത്തിയെരിയുകയായിരുന്നു. നീ എനിക്കെതിരെ പ്രവർത്തിക്കാൻ മാത്രം ശക്തയായി പോയോ? സുഭദ്ര അവന്തികയെ നോക്കി അലറി. എന്നാൽ ഒരു പുഞ്ചിരി മാത്രമായിരുന്നു അവന്തികയുടെ മറുപടി. അവളുടെ മുഖത്ത് തെളിഞ്ഞ പുഞ്ചിരി സുഭദ്രയെ കൂടുതൽ ദേഷ്യത്തിലാക്കി. ഇന്ന് നീ നശിപ്പിച്ചത് എൻ്റെ സ്വപ്നമായിരുന്നു സിദ്ധു. അവൻ്റെ ജീവൻ അത് ഞാൻ കൊണ്ടുപോകും. എനിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാവരെയും ഞാൻ കൊല്ലും. എൻ്റെ വഴി തടസ്സമായി നിൽക്കാതിരിക്കുകയാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ ഈ ആത്മാവിനെ പോലും സുഭദ്ര വെറുതെ വിട്ടു എന്ന് വരില്ല. സുഭദ്രയുടെ വാക്കുകളിൽ മുഴുവൻ തൻ്റെ പദ്ധതികൾ തകർന്നതിൻ്റെ ദേഷ്യം പ്രകടമായിരുന്നു. അതുവരെ മൗനമായിരുന്ന അവന്തിക സംസാരിച്ചു തുടങ്ങി. ഇല്ല സുഭദ്ര, എന്നെ എന്നല്ല, ഇനി ഈ വീട്ടിൽ ഒരാളുടെ ജീവൻ പോലും നീ കാരണം നഷ്ടപ്പെടില്ല. ഈ അവന്തിക അതിന് സമ്മതിക്കില്ല.
അവളുടെ മുഖത്ത് അപ്പോഴും ശാന്തമായ ആ പുഞ്ചിരി തെളിഞ്ഞു. അവളുടെ വാക്കുകൾ സുഭദ്രയുടെ ഉള്ളിലെ കോപത്തെ ഇരട്ടിയാക്കി. ഇല്ല, എന്നെ തടുക്കാൻ നിനക്കാകില്ല. എൻ്റെ കോപത്തിൽ നിന്ന് ഒരാളെ പോലും നിനക്ക് രക്ഷിക്കാൻ കഴിയില്ല. ഇന്നത്തെ ദിവസം നീ ചെയ്തത് വലിയ തെറ്റാണ്. ഇതിനുള്ള ഫലം നീ അനുഭവിക്കും. നിന്റെ കൺമുൻപിൽ വെച്ച് ഓരോ ജീവൻ പൊലിയുന്നത് നിസ്സഹായയായി നിനക്ക് നോക്കി നിൽക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞ് സുഭദ്രയുടെ ആത്മാവ് ഒരു പുക പോലെ അന്തരീക്ഷത്തിൽ മറഞ്ഞു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവന്തികയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്തരീക്ഷത്തിലേക്ക് മറയുന്നതിന് മുൻപ് അവന്തിക ശാന്തമായി ഉറങ്ങുന്ന ഭദ്രയെ ഒന്നുകൂടി നോക്കി. അവളുടെ കണ്ണുകളിൽ വാത്സല്യം നിറഞ്ഞു നിന്നിരുന്നു. അടുത്ത ദിവസം പതിവ് പോലെ തന്നെ നേരം പുലർന്നു. എന്നാൽ നിഖിലിൻ്റെ മുഖത്ത് മാത്രം സന്തോഷമില്ലായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ച എന്തോ ഒന്ന് കിട്ടാതെ പോയ സങ്കടം ആ മുഖത്ത് നിഴലിച്ചിരുന്നു. സന്തോഷത്തോടെ ഓരോന്ന് പറഞ്ഞ് കളിച്ചു ചിരിക്കുന്ന മറ്റുള്ളവരെ കണ്ടപ്പോൾ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ആരോടും ഒന്നും മിണ്ടാതെ അവൻ വീണ്ടും മുറിക്കുള്ളിലേക്ക് തന്നെ കയറിപ്പോയി. വയ്യ എന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും അവന് സുഖമില്ലാത്തത് കൊണ്ടാകും കഴിക്കാത്തതെന്ന് വിശ്വസിച്ചു. എന്നാൽ അവൻ്റെ മുഖവുമായി തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് മരണദൂതുമായി വന്ന സുഭദ്രയാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. പതിവ് പോലെ അന്നത്തെ പകലും കളിയും ചിരിയും ആഘോഷവുമൊക്കെയായി അവർ കഴിച്ചുകൂട്ടി. ആ ആഘോഷങ്ങളും സന്തോഷവും സുഭദ്രയുടെ ഉള്ളിലെ ദേഷ്യത്തെ ഓരോ നിമിഷവും ആളിക്കത്തിക്കുന്നുണ്ടായിരുന്നു. പകലവസാനിക്കാനായി അവൾ കാത്തിരുന്നു. ഈ സന്തോഷത്തിനും ആഘോഷത്തിനും അപ്പുറം വലിയ ദുരന്തമാണ് തങ്ങളെ കാത്തിരിക്കുന്നതെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അവൾ കാത്തിരുന്ന പോലെ സൂര്യൻ്റെ പ്രകാശത്തെ മറച്ചുകൊണ്ട് അന്ധകാരം കടന്നു വന്നു. കാത്തിരുന്ന പോലെ നടക്കാതെ പോയ തൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനായി അവൾ പുറത്തിറങ്ങി. ഒന്നും അറിയാതെ ഉറങ്ങിയിരുന്ന കുട്ടികളെ അവൾ പകയോടെ നോക്കി. അവളുടെ വായിൽ നിന്ന് നീണ്ട 2 പല്ലുകൾ പുറത്തേക്ക് വന്നു. രാത്രിയുടെ 2ാം യാമം. സുഖമായി ഉറങ്ങുന്ന സിദ്ധു. അവൻ്റെ കട്ടിലിന് തലയ്ക്കലായി അവനെ നോക്കി നിൽക്കുന്ന സുഭദ്ര. അവളുടെ കണ്ണുകളിൽ അപ്പോൾ പ്രണയമായിരുന്നു. പതിയെ അവൾ ഒരു തൂവൽ പോലെ അവനരികിൽ കിടന്നു. ശാന്തമായി ഉറങ്ങുന്ന അവൻ്റെ മുഖത്തേക്ക് അവൾ പ്രണയത്തോടെ നോക്കി. അവൻ്റെ ശരീരത്തെ പുതച്ചിരുന്ന പുതപ്പ് താഴേക്ക് നീങ്ങി. അവൾ മെല്ലെ ഉയർന്ന് സിദ്ധുവിൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവൾ അവനരികിൽ നിന്ന് എഴുന്നേറ്റു. സിദ്ധുവിൻ്റെ ഉറക്കത്തെ ഭേദിച്ചുകൊണ്ട് ഒരു ദൃശ്യം അവൻ്റെ സ്വപ്നത്തിൽ അവനെ തേടി വന്നു. വിശാലമായ ഒരു മുറി. മുറിയുടെ ഒത്ത നടുക്കായി ഒരു കട്ടിലിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. അവൾ മുഖം പൊത്തി കരയുന്നുണ്ട്. അവളുടെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരിക്കുന്നു. ശരീരം മുഴുവൻ മുറിവുകൾ. വേട്ടയാടപ്പെട്ട ഒരു പാവം മാൻപേടയെപ്പോലെ അവൾ തളർന്നു പോയിരുന്നു. പതിയെ ആ പെൺകുട്ടി തൻ്റെ മുഖമുയർത്തി. ആ മുഖത്തേക്ക് സിദ്ധു സൂക്ഷിച്ചു നോക്കി. അവന്തിക ഒരു ഞെട്ടലോടെ സിദ്ധു ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് അവനൊപ്പം നിന്നിരുന്ന സുഭദ്ര അന്ധകാരത്തിൽ അലിഞ്ഞു ചേർന്നു. കണ്ടത് സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും സിദ്ധുവിൻ്റെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടിക്കൊണ്ടിരുന്നു. അവന്തിക. അവൾക്ക് എന്താണ് പറ്റിയത്? എന്താണ് താൻ കാണുന്ന ഈ സ്വപ്നങ്ങളുടെ അർത്ഥം? ശരിക്കും അവന്തിക എങ്ങനെയാണ് മരിച്ചത്? അവൻ്റെ ഉള്ളിൽ ചോദ്യങ്ങൾ കുമിഞ്ഞുകൂടി. അവൻ്റെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടിക്കൊണ്ടിരുന്നു. ഒരൽപ്പം ആശ്വാസത്തിനായി അവൻ അടുത്തിരുന്ന ജഗ്ഗിൽ വെള്ളത്തിനായി പരതി. എന്നാൽ ആ ജഗ്ഗിൽ വെള്ളം തീർന്നു പോയിരുന്നു. ഒരിറ്റ് ദാഹജലത്തിനായി അവൻ്റെ നാവ് ദാഹിച്ചു. പതിയെ അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ജഗ്ഗുമായി അവൻ അടുക്കളയിലേക്ക് നടന്നു. വാതിലിനടുത്തേക്ക് നോക്കിയ സിദ്ധു ഒരു നിമിഷം ഞെട്ടി. വെളുത്തൊരു രൂപം തന്നെ തന്നെ നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് ദൂരെ എവിടെ നിന്നോ കാലൻ കോഴി ഉച്ചത്തിൽ കൂകി. സിദ്ധു തൻ്റെ കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടി അവിടേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. തോന്നിയതാകാമെന്ന് കരുതി സിദ്ധു എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് നടന്നു. വാതിൽ തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് അവന് പുറകിലൂടെ എന്തോ ഒന്ന് കടന്നുപോയി.
ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ സിദ്ധുവിന് ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. അവൻ വെള്ളമെടുക്കാനായി അടുക്കളയിലേക്ക് വീണ്ടും നടന്നു. അകലെ എവിടെയോ ചെന്നായ്ക്കൾ ഉച്ചത്തിൽ ഓരിയിടാൻ തുടങ്ങി. ആത്മാക്കളുടെ വരവറിയിച്ചെന്നോണം പ്രകൃതി ഭയാനകമായ രൂപമാറ്റം സ്വീകരിച്ചു. പെട്ടെന്നുണ്ടായ പുറത്തെ കാറ്റും മഴയുമെല്ലാം സിദ്ധുവിൻ്റെ ഉള്ളിലെ ഭയത്തെ കൂട്ടുന്നുണ്ടായിരുന്നു. അവൻ വീണ്ടും മുന്നോട്ടേക്ക് ചുവടുകൾ വെച്ചു. അതേസമയം അവൻ്റെ പുറകെ നിശബ്ദമായി ഒഴുകി വന്നിരുന്ന കറുത്തൊരു നിഴൽ അവൻ ശ്രദ്ധിച്ചില്ല. കുറച്ച് ചുവടുകൾ മുന്നോട്ടേക്ക് വച്ചതും തൻ്റെ പുറകിൽ മറ്റാരോ ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കി. പെട്ടെന്നവൻ ഒന്ന് തിരിഞ്ഞു. എന്നാൽ അതിനു മുൻപേ ആ നിഴൽരൂപം ഇരുട്ടിൽ അലിഞ്ഞു ചേർന്നിരുന്നു. തോന്നിയതാകാമെന്ന് കരുതി മുന്നോട്ടേക്ക് ചുവടുകൾ വെച്ച സിദ്ധു പെട്ടെന്ന് നിന്നു. ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ ശബ്ദം അവൻ്റെ കാതുകളെ തേടിയെത്തി. അവൻ ആ ശബ്ദത്തിനായി കാതോർത്തു. അടുക്കളയ്ക്ക് അടുത്തായി അടച്ചിരിക്കുന്ന ഒരു മുറിയിൽ നിന്നാണ് ആ ശബ്ദമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഈ സമയത്ത് ആരാണ് ആ മുറിക്കുള്ളിൽ? സിദ്ധുവിൻ്റെ ഉള്ളിൽ സംശയം അലയടിച്ചു. അവൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പതിയെ അവൻ ആ മുറിയിലേക്ക് തന്നെ ചുവടുകൾ വെച്ചു. പെട്ടെന്ന് ഒരു വവ്വാൽ വലിയ ശബ്ദത്തോടെ അവനരികിലൂടെ ചിറകടിച്ച് പറന്നുപോയി. അവൻ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു പോയി. ആ മുറിയിൽ നിന്ന് ഉയർന്ന കരച്ചിൽ ശബ്ദം കൂടി കേട്ടതോടെ അവൻ വിറയ്ക്കാൻ തുടങ്ങി. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആ വാതിലിൻ്റെ ലോക്കിൽ കൈകൾ വെച്ചു. പതിയെ അവൻ ആ മുറി തുറന്ന് ഉള്ളിലേക്ക് കയറി. അവൻ ഉള്ളിലേക്ക് നടന്നു. പൊടുന്നനെ ആ വാതിൽ അവന് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. അണഞ്ഞു കിടന്നിരുന്ന ലൈറ്റ് പെട്ടെന്ന് തന്നെ തെളിഞ്ഞു. ആ മുറിയുടെ മൂലയിലായി അവനെ നോക്കിയിരിക്കുന്ന പെൺരൂപത്തെ ആ വെളിച്ചത്തിൽ അവൻ കണ്ടു. ഒരു നിമിഷം അവൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചു. പുറത്തെ അന്തരീക്ഷം ഭ്രാന്തമായ രൂപമാറ്റം കൈവരിക്കുന്നത് അവൻ അറിഞ്ഞു. എവിടെ നിന്നോ ഒരു കറുത്ത പൂച്ച അവന് മുന്നിലേക്ക് എടുത്തു ചാടി. അത് ജനൽ വഴി പുറത്തേക്ക് ഓടി മറഞ്ഞു. ആ മുഖത്തേക്ക് സിദ്ധു ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതെ, അത് അവൾ തന്നെ, അവന്തിക. അവൻ്റെ ചുണ്ടുകൾ അവളുടെ പേര് മന്ത്രിച്ചു. വിറയ്ക്കുന്ന കാൽപാദങ്ങളോടെ അവൻ അവൾക്കടുത്തേക്ക് ചുവടുകൾ വെച്ചു. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. അവൾ കരയുകയാണ്. കണ്ണുനീർ തുള്ളികൾ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അവൻ്റെ ഉള്ളിൽ അത്ഭുതം തോന്നി. ആത്മാക്കൾ കരയുമോ? എന്തിനാകും അവൾ കരയുന്നത്? ഉള്ളിൽ ചെറുതായി ഭയം തോന്നുന്നുണ്ടെങ്കിലും അവൻ വീണ്ടും മുന്നോട്ട് ചുവടുകൾ വെച്ചു. അവന്തിക. വിറയ്ക്കുന്ന ചുണ്ടുകൾ കൊണ്ട് അവൻ വിളിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് അവൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവളുടെ കണ്ണുനീരിന് ചുവപ്പ് കലർന്ന നിറമാണ്. മുഖത്ത് അവിടെ ഇവിടെയായി ചെറിയ ചെറിയ മുറിപ്പാടുകൾ. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഭയം തെളിയുന്നുണ്ടായിരുന്നു. അവന്തിക, അവൻ വീണ്ടും വിളിച്ചു. മൗനമായിരുന്നു ഇപ്പോഴും അവളുടെ മറുപടി. നിനക്ക് എന്താ അവന്തിക പറ്റിയത്? എന്താ ഈ മുറിപ്പാടുകളുടെ അർത്ഥം? നീ എങ്ങനെയാ മരിച്ചത്? എന്താ സത്യത്തിൽ സംഭവിച്ചത്? എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. അവൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അവളുടെ മുഖത്ത് ദയനീയ ഭാവമായിരുന്നു അപ്പോൾ. അറിയില്ല സിദ്ധു, എനിക്കൊന്നും അറിയില്ല. എനിക്കെന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് ഞാൻ മരിച്ചത് അതും എനിക്കറിയില്ല. ഒന്ന് മാത്രമേ എനിക്കറിയൂ, ഞാൻ മരിച്ചതല്ല, എന്നെ കൊന്നതാണ്. ആരൊക്കെയോ ചേർന്ന് എൻ്റെ ശരീരത്തെ പിച്ചു ചിന്തിയവരുടെ മുഖം പോലും എനിക്കറിയില്ല സിദ്ധു. ആകെ എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ എൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ ഈ മുറിവുകൾ മാത്രമാണ്. ഇത് പറയുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിന് രക്തത്തിൻ്റെ നിറമായിരുന്നു. കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ സിദ്ധു അവന്തികയുടെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി. നീ ഇത് എന്തൊക്കെയാ അവന്തികയായി പറയുന്നത്? നീ അറിയാതെ എങ്ങനെയാ നിന്റെ മരണം സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ് സിദ്ധു. എനിക്കറിയില്ല ആരാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദികളെന്ന്. അന്ന് ക്ലാസ് കഴിഞ്ഞ് ഒറ്റയ്ക്ക് വന്ന് എന്നെ ഒരു വാഹനം ഇടിച്ച് തെറിപ്പിച്ചു. പതിയെ എൻ്റെ ബോധം നഷ്ടപ്പെടുമ്പോൾ ആരൊക്കെ ചേർന്ന് എന്നെ
ആ വാഹനത്തിനുള്ളിലേക്ക് എടുത്തു കയറ്റുന്നത് അവ്യക്തമായി ഞാൻ കണ്ടു. പിന്നീട് എനിക്ക് ഓർമ്മയുള്ളത് മുഴുവൻ ശരീരത്തിൽ കുത്തിത്തുളയ്ക്കുന്ന തരത്തിലുള്ള വേദനകളായിരുന്നു. കൊന്നതാ സിദ്ധു എന്നെ. ആരൊക്കെ ചേർന്ന് എൻ്റെ വിലപ്പെട്ടതെല്ലാം കവർന്നെടുത്ത് എന്നെ പിച്ചു ചീന്തി. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എനിക്കറിയണം സിദ്ധു, അവർ ആരാണെന്ന്. എൻ്റെ ജീവൻ കവർന്നെടുത്തത് ആരായാലും എനിക്ക് പകരം വീട്ടണം. ഇനി ഒരു പെൺകുട്ടിയും അവരുടെ ഇര ആകരുത് സിദ്ധു. കൊല്ലണം അവരെ. വേദന അനുഭവിച്ചുള്ള മരണം, അതാണ് അവർക്കുള്ള ശിക്ഷ. ജനൽപ്പാളികളിലൂടെ തട്ടിയൊഴുകി വന്ന കാറ്റിനോടൊപ്പം അകലെ എവിടെയോ ചെന്നായ്ക്കൾ ഉച്ചത്തിൽ ഓരിയിടുന്ന ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. അവർ ആരാണെന്ന് കണ്ടെത്താൻ നീ എന്നെ സഹായിക്കണം സിദ്ധു. നിനക്ക് മാത്രമേ ഇന്ന് ഈ ഭൂമിയിൽ എന്നെ സഹായിക്കാൻ കഴിയൂ. അവളുടെ കണ്ണിൽ നിന്ന് രക്തത്തുള്ളികൾ നിലത്തിലേക്ക് ഇറ്റുവീണു. പറയ് സിദ്ധു, നീ എന്നെ സഹായിക്കില്ലേ? അവൾ പ്രതീക്ഷയോടെ സിദ്ധുവിനെ നോക്കി. അവൻ അതെ എന്ന അർത്ഥത്തിൽ തലയാട്ടി. അവളുടെ കണ്ണുകൾ വിടരുന്നത് അവൻ ശ്രദ്ധിച്ചു. അതിൽ സന്തോഷമായിരുന്നു. പെട്ടെന്ന് തന്നെ ആ സന്തോഷം ഇല്ലാതാകുന്നതും അവൻ കണ്ടു. അവളുടെ മുഖത്ത് വീണ്ടും സങ്കടം നിറയാൻ തുടങ്ങി. അവൻ എന്താ എന്ന അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. സിദ്ധു, ഞാൻ ഇപ്പോൾ നിന്നെ ഇവിടെ എത്തിച്ചത് മറ്റൊരു കാര്യം കൂടി പറയാനാണ്. നിന്റെ ജീവൻ വലിയൊരു അപകടത്തിലാണ്. ഏത് നിമിഷവും നിങ്ങളിൽ ആർക്കും ഇവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എപ്പോഴും നിങ്ങളെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇതേ സമയം ഉറങ്ങിക്കൊണ്ടിരുന്ന ഭദ്രയുടെ മുറിക്കുള്ളിൽ സുഭദ്ര അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പതിയെ അവളുടെ വായിൽ വെളുത്ത പല്ലുകൾ പുറത്തേക്ക് നീണ്ടു. ഭദ്രയുടെ രക്തത്തിൻ്റെ മണം അവൾ ആവോളം ആസ്വദിച്ചു. അവന്തികയുടെ വാക്കുകൾ സിദ്ധുവിനെയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവൻ മനസ്സിലാകാത്ത പോലെ അവളെ നോക്കി. എന്താ അവന്തിക നീ പറയുന്നത്? ആരാ എൻ്റെ ജീവൻ ആഗ്രഹിക്കുന്നത്? എന്തിനാ എന്നെ? അവൻ്റെ വാക്കുകൾ വിറച്ചു. പുറത്തേക്ക് നീണ്ട പല്ലുകളുമായി സുഭദ്ര ഭദ്രയ്ക്ക് നേരെ നടന്നു. അകലെ എവിടെയോ ഒരു പള്ളിയിൽ മരണത്തിൻ്റെ മണിനാദം മുഴങ്ങിക്കേട്ടു. അവൾ ഭദ്രയുടെ നേർക്ക് മുഖം താഴ്ത്തി. അവളാണ് നിന്റെ ജീവന് വേണ്ടി കാത്തിരിക്കുന്നത് സുഭദ്ര, നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി. പെട്ടെന്ന് സുഭദ്ര ദേഷ്യത്തോടെ ഭദ്രയുടെ പക്കൽ നിന്ന് പിൻവലിഞ്ഞു. ഒരു വെളുത്ത പുകയായി അവൾ അന്തരീക്ഷത്തിലേക്ക് മറഞ്ഞു. സുഭദ്ര. ആ പേര് കേട്ട് സിദ്ധു ഒരു നിമിഷം ഞെട്ടി. പെട്ടെന്ന് പുറത്ത് കാലൻ കോഴി ഉച്ചത്തിൽ കൂകി. വലിയ ശബ്ദത്തോടെ അവർ നിന്നിരുന്ന മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു. ശക്തമായ കാറ്റിൽ ജനൽപാളികൾ വലിയ ശബ്ദത്തോടെ അടഞ്ഞു. വവ്വാലുകളുടെ ചിറകടി ശബ്ദം അവിടെ ആകമാനം മുഴങ്ങിക്കേട്ടു. ആ മുറിയിൽ മുഴുവൻ പലതരത്തിലുള്ള നിഴലുകൾ ഒഴുകുന്നത് പോലെ അവന് തോന്നി. ആ മുറി മുഴുവൻ വെളുത്ത പുകയാൽ മൂടപ്പെട്ടു. അവന്തിക നിസ്സഹായയായി നോക്കി നിൽക്കെ മുഖം മുഴുവൻ രക്തമൊഴുകുന്ന രൂപവുമായി സുഭദ്ര ആ മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. സുഭദ്രയുടെ ഭീകരരൂപം സിദ്ധുവിനെ വല്ലാതെ ഭയപ്പെടുത്തി. അവന്തിക തൻ്റെ ഒപ്പമുള്ളത് മാത്രമായിരുന്നു അവൻ്റെ ആകെയുള്ള ധൈര്യം. അവൻ ഒന്നുകൂടി സുഭദ്രയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് തന്നെ ഭയം കൊണ്ട് അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. എന്നിട്ടും അവൻ്റെ കണ്ണിൽ നിന്ന് ആ മുഖം മായുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ കണ്ണിൽ വീണ്ടും വീണ്ടും ആ രൂപം വന്ന് നിറഞ്ഞുകൊണ്ടിരുന്നു. മുഖം മുഴുവൻ രക്തക്കറ ഒഴുകിയിറങ്ങിയ പാടുകൾ, നീണ്ട കൂർത്ത പല്ലുകൾ, മരണദൂത് വിളിച്ചോതുന്ന കണ്ണുകൾ. അവൾ ദേഷ്യത്തോടെ സിദ്ധുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടിക്കൊണ്ട് സുഭദ്ര അവന് നേർക്ക് ചുവടുകൾ വെച്ചു. അവൻ അവന്തികയുടെ അടുത്തേക്ക് നീങ്ങി. എന്നാൽ അവൾ അവൻ്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് അവന്തിക സുഭദ്രയ്ക്ക് തടസ്സമായി സിദ്ധുവിൻ്റെ മുന്നിലേക്ക് കയറി നിന്നു. സുഭദ്രയുടെ കണ്ണുകളിൽ കോപത്തിൻ്റെ അഗ്നി എരിഞ്ഞു കത്തി. നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമായോ? എന്നെ വഴി തടയാൻ മാത്രം നിനക്ക് ശക്തിയുണ്ടോ? സുഭദ്ര അവന്തികയ്ക്ക് നേരെ അലറി. നീ കരുതുന്നത് പോലെ നിനക്കിവനെ എന്നിൽ നിന്നും സംരക്ഷിക്കാനാകില്ല. വരുന്ന നാഗപൗർണമി ദിവസം ഇവനെ ഞാൻ കൊണ്ടുപോകും. അത് നോക്കി നിൽക്കാൻ മാത്രമേ നിനക്ക് കഴിയൂ അവന്തിക. സുഭദ്രയുടെ കോപത്തിന് മുന്നിൽ അവന്തിക ചെറുതായി ചിരിച്ചു. ഇല്ല സുഭദ്ര,
ഇനി വേറെ ആരുടെയും ജീവൻ എടുക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. നിന്നെ എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള വഴി എനിക്കറിയാഞ്ഞിട്ടല്ല, അത് എന്നെക്കൊണ്ട് നീ ചെയ്യിക്കരുത്. അവന്തികയുടെ ആ വാക്കുകൾക്ക് മുന്നിൽ സുഭദ്ര ഒന്ന് പതറുന്നത് സിദ്ധു ശ്രദ്ധിച്ചു. സുഭദ്രയുടെ കണ്ണുകൾ വീണ്ടും ദേഷ്യത്തിൽ ചുവന്നു. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട അവന്തിക, ഇതിന് നീ അനുഭവിക്കും. സുഭദ്രയാണ് ഇത് പറയുന്നത്. നിന്റെ ആത്മാവിനെ ഞാൻ എന്നേക്കുമായി അവസാനിപ്പിക്കും. നിന്റെ കൊലയാളികൾ ആരാണെന്ന് അറിയാനോ അവരോട് പ്രതികാരം ചെയ്യാനോ കഴിയാതെ നിന്നെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കും. സുഭദ്രയുടെ ദേഷ്യം ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരുന്നു. എന്നാൽ അവന്തികയുടെ മുഖം അപ്പോഴും ശാന്തമായിരുന്നു. അവന്തികയുടെ മുഖത്ത് തെളിയുന്ന ശാന്തത സുഭദ്രയുടെ ദേഷ്യത്തെ വീണ്ടും കൂട്ടി. നിന്റെ മുഖത്ത് തെളിയുന്ന ഈ പുഞ്ചിരി ഈ വരുന്ന നാഗപൗർണമിയോടെ അവസാനിക്കും. അതിനുശേഷം നിനക്കിവിടെ ഉള്ളവരെ എന്നല്ല, നിന്നെപ്പോലും രക്ഷിക്കാൻ കഴിയില്ല. ദേഷ്യത്തോടെ അത് പറഞ്ഞ് സിദ്ധുവും അവന്തികയും നോക്കി നിൽക്കെ സുഭദ്ര പുകയായി അന്തരീക്ഷത്തോടൊപ്പം അലിഞ്ഞു ചേർന്നു. എന്തൊക്കെയാണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത്? കൺമുന്നിൽ കാണുന്ന കാഴ്ചകൾ പോലും വിശ്വസിക്കാൻ കഴിയാതെ സിദ്ധു പകച്ചു നിന്നു. എന്താണ് അവന്തിക പറഞ്ഞതിൻ്റെ അർത്ഥം? ഇനി ഒരാളെ പോലും കൊല്ലാൻ അനുവദിക്കില്ല എന്ന്? അവൾ അങ്ങനെ പറയണമെങ്കിൽ ആരോ ഇതിനു മുൻപ് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നല്ലേ അർത്ഥം? സിദ്ധുവിൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. ഒരു ഉത്തരത്തിനായി അവൻ അവന്തികയെ നോക്കി. എന്നാൽ അവൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് അവന്തിക അതിനോടകം അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ഇനി അവിടെ നിന്നിട്ട് അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയ അവൻ തിരികെ മുറിയിലേക്ക് നടന്നു. തിരികെ മുറിയിലേക്ക് പോകുമ്പോഴും അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എത്ര വെള്ളം കുടിച്ചിട്ടും അവൻ്റെ ഉള്ളിലെ ദാഹം അവസാനിച്ചിരുന്നില്ല. തിരികെ മുറിയിലേക്ക് നടക്കുന്ന അവൻ്റെ പുറകെ നിഴൽ പോലൊരു കറുത്ത രൂപം കൂടി ഉണ്ടായിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നതും തന്നെ ആരോ പിന്തുടരുന്നുണ്ടെന്ന് തോന്നിയ സിദ്ധു ഒന്ന് നിന്നു. അതിനോടകം ആ രൂപം അവൻ്റെ തൊട്ട് പിന്നിൽ എത്തിയിരുന്നു. എന്നാൽ ഞെട്ടിത്തിരിഞ്ഞ സിദ്ധുവിന് അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. വെളുത്തൊരു ചെറിയ പുകച്ചുരുൾ മാത്രമേ അവൻ കണ്ടുള്ളൂ. അതും അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതായി. തോന്നിയതാകാമെന്ന് കരുതി സിദ്ധു വീണ്ടും മുന്നോട്ട് നടന്നു. മറഞ്ഞു നിന്ന് അവനെ നോക്കിയിരുന്ന സുഭദ്ര ക്രൂരമായി ഒന്ന് ചിരിച്ചു. മുറിയിലെത്തിയിട്ടും അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇതേ സമയം മുറിയിൽ സുഖമായി ഉറങ്ങുകയായിരുന്ന അനുവിൻ്റെ അടുത്തായി മുഖം മുഴുവൻ രക്തക്കറയുള്ള ഒരു രൂപം വന്നു നിന്നു. പതിയെ ആ രൂപം അനുവിൻ്റെ അടുത്തേക്ക് നീങ്ങി. മരച്ചില്ലയിലിരുന്ന കാലൻ കോഴി മരണദൂത് അറിയിച്ചുകൊണ്ട് നീട്ടിക്കൂകി. പുറത്ത് നായ്ക്കൾ ഉച്ചത്തിൽ ഓരിയിട്ടു. പെട്ടെന്നെന്തോ ഉൾവിളി എന്നോണം അനു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. അടുത്ത നിമിഷം അവൾക്കടുത്തേക്ക് വന്ന ആ രൂപം നിഴലായി മാഞ്ഞു. ജനൽ വഴി പുറത്തേക്ക് നോക്കിയ അനു ഒരു നിമിഷം ഒന്ന് ഞെട്ടി. വെളുത്തൊരു സ്ത്രീരൂപം തന്നെ നോക്കി നിൽക്കുന്നു. ആ രൂപത്തിൻ്റെ മുഖം മുഴുവൻ രക്തക്കറയായിരുന്നു. പതിയെ ആ രൂപം അന്തരീക്ഷത്തിലൂടെ അവൾക്കരിയിലേക്ക് ഒഴുകിയെടുത്തു. ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ അനു പകച്ചിരുന്നു. ആ രൂപം അവൾക്കടുത്തേക്ക് വന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ മരണം മുന്നിൽ കണ്ട് അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. കുറച്ച് സമയത്തിനു ശേഷവും ഒന്നും സംഭവിക്കാത്തതിനാൽ പതിയെ കണ്ണുകൾ തുറന്നു നോക്കിയ അവൾക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല. താൻ സ്വപ്നം കാണുകയാണോ? അവൾ ഒരു നിമിഷം ചിന്തിച്ചു. ഇല്ല, താൻ ശരിക്കും കണ്ടതാ ആ രൂപം. അവളുടെ മനസ്സ് മന്ത്രിച്ചു. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് അവൾ ജനലിനടുത്തേക്ക് നോക്കി. പുറത്ത് മിന്നിയ മിന്നൽ പിണറിൻ്റെ പ്രകാശത്തിൽ അവൾ കണ്ടു കർട്ടൻ മറവിലായി 2 വെളുത്ത കാലുകൾ. അവളുടെ ഉള്ളം ഭയം കൊണ്ട് വിറച്ചു. പതിയെ അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അവളുടെ കാലുകൾ ആ ജനലിനടുത്തേക്ക് ചലിച്ചു. വിറയ്ക്കുന്ന കാലുകളോടെ അനു ആ ജനലിനടുത്തേക്ക് നടന്നു. ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുന്നുണ്ടായിരുന്നു. ജനലിനടുത്തെത്തിയ അവൾ കർട്ടൻ മാറ്റാനായി കൈകൾ ഉയർത്തി. ഒരു നിമിഷം കൊണ്ട് അവൾ ആ കർട്ടൻ വലിച്ചു നീക്കി. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവളുടെ ഹൃദയം പെരുമ്പറ പോലെ മുഴങ്ങാൻ തുടങ്ങി. താൻ കണ്ടതാണല്ലോ, ഇവിടെ ആരും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഒരു ഭ്രാന്തിയെ പോലെ അവൾ പുലമ്പി.
പെട്ടെന്ന് അവളുടെ ചുമലിൽ ഒരു കൈ വന്ന് പിടിച്ചു. ഞെട്ടിത്തിരിച്ച അവളുടെ ഹൃദയമിടിപ്പ് ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയി. മുഖം മുഴുവൻ രക്തമൊലിപ്പിച്ച് ഒരു കറുത്ത രൂപം. ഒരു നിലവിളിയോടെ അനു മുന്നിലേക്ക് മറിഞ്ഞു വീണു. ബോധത്തിൻ്റെ അവസാന കണിക മറയുമ്പോഴും പാതിയടഞ്ഞ കണ്ണുകളിലൂടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആ രൂപത്തെ അവൾ കാണുന്നുണ്ടായിരുന്നു. ഉറക്കത്തിൻ്റെ ആലസ്യത്തിലായിരുന്ന ഭദ്ര ഒരു നിലവിളി ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണർന്നത്. അവൾ ചുവരി തൂങ്ങുന്ന ക്ലോക്കിലേക്ക് നോക്കി. സമയം 2 മണിയോടടുക്കുന്നു. ഈ സമയത്ത് ആരാണ് നിലവിളിക്കുന്നത്? അവൾ പുതപ്പ് മാറ്റി കട്ടിലിൽ നിന്ന് താഴേക്കിറങ്ങി. അവൾ ജനലിനടുത്തേക്ക് നടന്നു. ജനലിലൂടെ അവൾ ബംഗ്ലാവിലേക്ക് നോക്കി. അനുവിൻ്റെ മുറിയിൽ മാത്രം വെളിച്ചം കത്തിക്കിടക്കുന്നു. ഈ കുട്ടി എന്തിനാ ഈ സമയത്ത് ലൈറ്റ് തെളിച്ചിരിക്കുന്നത്? അവളാണോ ഇനി നിലവിളിച്ചത്? എന്താകും അവൾക്ക് സംഭവിച്ചത്? ഭദ്രയുടെ ഉള്ളിൽ ഭയം നിഴലിച്ചു. ഇനി സുഭദ്രയെങ്ങാനും? ഭീതിയോടെ ഭദ്ര വാതിലിനടുത്തേക്ക് ചുവടുകൾ വെച്ചു. വാതിൽ തുറന്ന് അവൾ പുറത്തേക്കിറങ്ങി. ബംഗ്ലാവ് ലക്ഷ്യമാക്കി അവൾ നടന്നു. ഇതേ സമയം അകലെ നിന്ന് മറ്റൊരാളുടെ വരവിനെ എതിരേൽക്കാനായി ആ ബംഗ്ലാവ് ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചൊരു യുവാവ് ആ ബംഗ്ലാവിനെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന രുദ്രാക്ഷമാലയ്ക്ക് വല്ലാത്തൊരു ചൈതന്യമായിരുന്നു. അവൻ്റെ കണ്ണുകൾ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൻ്റെ വരവറിഞ്ഞെന്നോണം ആകാശത്ത് പക്ഷികൾ കൂട്ടത്തോടെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. കാടും മലയും താണ്ടി അവൻ ആ ബംഗ്ലാവ് ലക്ഷ്യമാക്കി തൻ്റെ ചുവടുകൾ മുന്നോട്ട് വെച്ചു. ബംഗ്ലാവ് ലക്ഷ്യമാക്കി നടന്ന ഭദ്ര ഒരു നിമിഷം ഒന്ന് നിന്നു. പിന്നിൽ ആരോ ഉണ്ട്. ഒരു നിമിഷം അവൾ ഞെട്ടിത്തിരിഞ്ഞു. അടുത്ത നിമിഷം ഒരു കരിമ്പൂച്ച അവളുടെ പുറകിലൂടെ ഓടിമറഞ്ഞു. ഒരു നിമിഷം ഒന്ന് ഞെട്ടിയെങ്കിലും അവളുടെ മനസ്സ് ശാന്തമായി. ചെടികൾക്കിടയിലേക്ക് ഓടിമറഞ്ഞ ആ കരിമ്പൂച്ച അപ്പോൾ സുഭദ്രയുടെ രൂപമായി മാറിയിരുന്നു. മറഞ്ഞിരുന്നവൾ ഭദ്രയുടെ ചുവടുകൾ ശ്രദ്ധിച്ചു. ഭദ്രയുടെ ഉള്ളിൽ ഭയം വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. എന്നാലും അനുവിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന ഭയം അവളെ മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിച്ചു. അവൾ വീണ്ടും മുന്നോട്ട് ചുവടുകൾ വെച്ചു. കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ ആ യുവാവ് ഏകദേശം ബംഗ്ലാവിനടുത്ത് എത്തിയിരുന്നു. അയാളുടെ കണ്ണുകൾ ആ ബംഗ്ലാവിന് നേരെ പതിഞ്ഞു. പെട്ടെന്ന് ആ കണ്ണുകളിൽ തെളിഞ്ഞ പ്രകാശത്തിൻ്റെ തീവ്രത ഏറാൻ തുടങ്ങി. ആ വെളിച്ചം അവിടെയാകെ പ്രകാശിച്ചു. ചെടികൾക്ക് പിന്നിൽ മറഞ്ഞിരുന്ന അവന്തിക ഒരു പുകയായി അവിടെ നിന്ന് മറഞ്ഞു. മുന്നോട്ട് ചുവടുകൾ വെച്ച ഭദ്ര ഒരു നിമിഷം നിന്നു. കുറച്ചകലെയായി ഒരു സ്ത്രീരൂപം നടന്നു നീങ്ങുന്നു. അവൾ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആ സ്ത്രീരൂപത്തിന് അനുവിൻ്റെ മുഖമായിരുന്നു. അനു, അനു, ഭദ്ര ഉറക്കെ വിളിച്ചു. എന്നാൽ ഭദ്രയുടെ ശബ്ദം കേട്ടില്ല എന്ന മട്ടിൽ ആ രൂപം മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. ഈ കുട്ടിക്ക് ഇതെന്താ പറ്റിയത്? ഈ രാത്രിയിൽ ഇവൾ ഇവിടെ എന്ത് ചെയ്യുക? ഭദ്രയുടെ ഉള്ളിൽ ചോദ്യങ്ങൾ അലയടിച്ചു. അവൾ ആ രൂപത്തെ ലക്ഷ്യമാക്കി തൻ്റെ ചുവടുകൾ മുന്നോട്ട് വെച്ചു. ഓരോ ചുവടിലും അനു എന്നവൾ നീട്ടി വിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒന്നും കേട്ടതായി പോലും ഭാവിക്കാതെ ആ സ്ത്രീരൂപം മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. ഭദ്രയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. അവൾ ഒന്നുകൂടി അനുവിൻ്റെ മുറിയിലേക്ക് നോക്കി. അവിടെ അപ്പോഴും ലൈറ്റിൻ്റെ വെട്ടം തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. അത് ഭദ്രയുടെ ഉള്ളിലെ പേടിയെ കുറച്ചില്ലാതാക്കി. എന്നാൽ അടുത്ത നിമിഷം മുന്നിലേക്ക് നോക്കിയ ഭദ്രയുടെ ഉള്ളിൽ ഭയം കോരിയിട്ടുകൊണ്ട് ആ സ്ത്രീരൂപം അവിടെ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. ആ യുവാവ് ആ ബംഗ്ലാവിൻ്റെ ഗേറ്റിന് മുന്നിലായി നിന്നു. അയാൾക്ക് മുന്നിൽ ആ കവാടം തനിയെ തുറക്കപ്പെട്ടു. അവൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു. മരങ്ങളിൽ തൂങ്ങിയാടിയിരുന്ന വവ്വാൽ കൂട്ടം വലിയ ശബ്ദത്തോടെ ചിറകടിച്ചു പറന്നു. ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഭദ്രയുടെ തൊട്ടുപിറകിലായി കറുത്തൊരു നിഴൽരൂപം ഉയർന്നു വന്നു. പെട്ടെന്ന് എവിടെ നിന്നോ കാലൻ കോഴി ഉച്ചത്തിൽ കൂകി. ചെന്നായ്ക്കൾ ഉച്ചത്തിൽ ഓരിയിട്ടു. അപകടം മണത്തറിഞ്ഞ ആ യുവാവിൻ്റെ ഹൃദയം പിടയ്ക്കാൻ തുടങ്ങി. അയാൾ ധൃതിയെ മുന്നോട്ട് ചുവടുകൾ വെച്ചു. ഭദ്ര മുന്നിലേക്ക് നോക്കി. താൻ ഇപ്പോൾ നിൽക്കുന്നത് ബംഗ്ലാവിൻ്റെ ഒരു വശത്തുള്ള സർപ്പക്കാവിനടുത്താണ് എന്ന സത്യം അവൾ മനസ്സിലാക്കി. അടുത്തെവിടെയോ സർപ്പങ്ങൾ ചീറ്റുന്ന ശബ്ദം അവളുടെ കാതുകളിൽ കേട്ടു. നിലത്ത് കൂടെ ഇഴയുന്ന സ്വർണ്ണ നിറമുള്ള നാഗത്തിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. ഒരു നിമിഷം ഭദ്ര ഒന്ന് ഞെട്ടി. അവളുടെ കാലുകൾ
ഞെട്ടലിൽ പുറകിലേക്ക് ചലിച്ചു. തൊട്ടു പുറകിലായി നിൽക്കുന്ന രക്തമൊഴുകുന്ന ആ കറുത്ത രൂപത്തിൽ അവളുടെ ശരീരം മുട്ടിനിന്നു. ഞെട്ടലോടെ അവൾ പുറകിലേക്ക് തിരിഞ്ഞു. സുഭദ്ര. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവളുടെ തൊണ്ട വരണ്ടു. ശബ്ദം പുറത്തു വരാതെ, ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ നിന്ന അവൾക്കടുത്തേക്ക് പുറത്തേക്കുന്തിയ രക്തം പതിഞ്ഞ നീണ്ട പല്ലുകളുമായി സുഭദ്ര ചുവടുകൾ വെച്ചു. സുഭദ്രയുടെ ശക്തിവലയത്തിൽ പെട്ടുപോയ അവന്തികയ്ക്ക് ഈ കാഴ്ച നിസ്സഹായയായി നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഹലോ, ബാക്കി കേൾക്കാൻ വരട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക.